ജനോപകാരപ്രദമായുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതീവ ശക്തമായ അഴിമതിരഹിതമായിട്ടുള്ള ഒരു നല്ല ഗവൺമെന്റിനെ എതിരെ അപവാദം പ്രേരിപ്പിച്ച് ഇങ്ങനെയൊക്കെ എങ്ങനെ അധപ്പതിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഒരു സംശയം ഉണ്ടാവാറുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിന് കൂടെ നിന്നുകൊണ്ട് ജനങ്ങളെ വഞ്ചിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നഗ്നമായ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാരാ കോൺഗ്രസ് പാർട്ടി രൂപീകരിക്കുന്നത്? ഏവോ ഹ്യൂം, അലൻ ഒക്ടോവിയോ ഹ്യൂം എന്ന് പറയുന്ന IAS കാരൻ. അന്ന് IAS എന്നല്ല ഇതിനെ പറയുന്നത്, ICS എന്നാണ് പറയുന്നത്. അയാളോട് ആരാ പറഞ്ഞ്? ബ്രിട്ടനിലെ വൈസ്രോയിയാണ് പറയുന്നത്. ഇതുപോലെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ജനങ്ങളുടെയൊക്കെ വികാരം സർക്കാരിന് എതിരെയാവുന്നു. അപ്പോൾ നമുക്ക് പിടിച്ചേക്കാൻ പറ്റാതെ വരും. അപ്പോൾ ജനങ്ങളുടെ ആമർഷം പോഞ്ഞു വരുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും ആമർഷം വഴിതിരിച്ചു വിടണം, അല്ലെങ്കിൽ അതിന്റെ ശക്തി കുറയ്ക്കണം. അതായത് ഒരു പ്രഷർ കുക്കറിലെ സേഫ്റ്റി വാൽവ് എന്താണോ ചെയ്യുന്നത് അതാണ് ഈ ഏവോ ഹ്യൂം നിർവഹിക്കേണ്ട ചുമതല. കാര്യം അവർ നോക്കിയപ്പോൾ ഇവിടെ ഈ ദാദാഭായ് നവറോജി, WC ബാനർജി തുടങ്ങിയവരൊക്കെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം കൊടുക്കാനുള്ള ഒരു പ്രവർത്തനം നടക്കുന്നു എന്ന് മനസ്സിലാക്കി. അപ്പോൾ ഈ അതിബുദ്ധിമാനായിരുന്നു ഏവോ ഹ്യൂം. അയാളെ കൊണ്ട് ഇതങ്ങ് ഹൈജാക്ക് ചെയ്യിച്ചു. അങ്ങനെ അയാളും ഈ പറഞ്ഞ ദാദാഭായ് നവറോജിയും WC ബാനർജിയും കൂടാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് 1885 രൂപം കൊടുക്കുന്നത്. എന്തിനായിരുന്നു രൂപം കൊടുത്തത്? സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ രോഷം തിരിച്ചുവിടുക. ഇപ്പോൾ നമുക്കറിയാമല്ലോ എന്തായിരുന്നു കോൺഗ്രസിന്റെ മുദ്രാവാക്യം? അഹിംസ, അക്രമരാഹിത്യം. ഈ അഹിംസ, അക്രമരാഹിത്യമാണെങ്കിൽ പിന്നെ എന്തോ പേടിക്കാൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം? ഏതെങ്കിലും ഒരു സർക്കാരിന് എന്തെങ്കിലും പേടിക്കണോ? ജനരോഷം എന്ന് പറയുന്ന അഹിംസ, അക്രമരാഹിത്യമാണെങ്കിൽ പിന്നെ നിരാഹാരം, സത്യാഗ്രഹവും കൂടെയാണ് അവർ അനുഷ്ഠിക്കുന്നത്. അതായത് ഉള്ള അരുവിയും കൂടെ കളയുക. മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ ഈ ചരിത്രം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇപ്പം ചരിത്രം വായിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഗൂഗിളോ ChatGPT എടുത്തിട്ട് ഏവോ ഹ്യൂം എന്നോ കോൺഗ്രസ് പാർട്ടി എന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം വരും. ഈ തിയറിക്ക് പറയുന്ന പേരാണ് സേഫ്റ്റി വാൽവ് തിയറി. എന്തിനാ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. കിങ് ജോർജ് അഞ്ചാമൻ, അതായത് നമ്മൾ ഈ വിക്ടോറിയ രാജ്ഞി എന്ന് പറയുന്ന അവരുടെ കൊച്ചുമകനായിരുന്നു ജോർജ് അഞ്ചാമൻ രാജാവ്. അയാള് ബ്രിട്ടനിൽ ചാർജ് എടുത്തതിന് ശേഷം അപ്പം അയാൾക്ക് ഇവരൊരു പട്ടം നൽകി, ഇന്ത്യയുടെ എംപറർ. അങ്ങനെ അയാൾ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരിക എന്നാ 1911 ഡിസംബർ മാസം 12-ാം തീയതി. അയാളെ ഈ ചുവപ്പ് പരവതാനി വിരിച്ച് വരവേൽക്കുന്ന ആരാ? ഈ കോൺഗ്രസ് പാർട്ടി. എന്ന് മാത്രമല്ല, ഇയാളെ പോയിട്ടൊരു വലിയ പാട്ട് പാടി. അയ്യോ, ആ പാട്ടെന്ന് പറയുന്നത് നമ്മളിലെ രാജാവിനെ പ്രജകൾ പോഴ്ത്തുന്ന പാട്ടുകളുണ്ടല്ലോ. അതായത് ജനകോടികളുടെ നേതാവേ, ജനകോടികളുടെ ഭാഗ്യവിധാതാവേ, അങ്ങ് ജയിക്കട്ടെ. ഇവിടെ പഞ്ചാബ്, സിന്ധു, ഗുജറാത്തും മറാത്തയും ദ്രാവിഡവും ഒറീസയും ബംഗാളും വിന്ധ്യനും ഹിമാചലവും യമുനയും ഗംഗയും എല്ലാം അങ്ങയുടെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്നു. അങ്ങയുടെ സ്തുതി പാടുന്നു. ജലതരംഗങ്ങൾ പോലും അങ്ങയുടെ സ്തുതി പാടുന്നു. അങ്ങ് വിജയിക്കട്ടെ. ഞങ്ങൾക്ക് അങ്ങയുടെ ആശീർവാദം ഉണ്ടാകണം. ഞങ്ങളുടെ ഭാഗ്യം അങ്ങയുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ട് പാടി. അതാണ് ഈ ജനഗണമന. ടാഗോർ പിന്നീട് നിഷേധിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? 1938. ഈ പാട്ടെന്നാ പാടിയെ 1911 ഡിസംബർ മാസം 12-ാം തീയതി. ഇങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അത് സമയം കിട്ടുമ്പം ഈ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. നമ്മൾ സ്കൂളിൽ നമ്മുടെ കോൺഗ്രസ് ഗവൺമെന്റുകൾ നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ പഠിച്ചതൊന്നും അല്ല ചരിത്രം. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞത് വഞ്ചിക്കപ്പെട്ട ചരിത്രമാണ്. ഇനിയെങ്കിലും നമ്മളാരും വഞ്ചിക്കപ്പെടാതെ നോക്കണം. താങ്ക് യു വെരി മച്ച്.